മോനെ 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 ചേട്ടന്റെ മോനെ കണ്ടങ്ങള് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയി? മോനെ എത്ര നേരം വഴി ഉണ്ടായിരുന്നു. എന്താ സംഭവം? എന്റെ മോനെ ഞങ്ങള് സാധനം വാങ്ങാൻ വേണ്ടി കയറിയതാ. മോനെ അപ്പൊ നോക്കുമ്പോ അവനെ കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ? അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്നതാ. ഒരു ചെറിയ ആൺകുട്ടി അല്ല, ചെറിയ ആൺകുട്ടി അവനൊരു വൈറ്റ് ടീഷർട്ട്, ഒരു വെളുത്ത കുട്ടി. ഇതിപ്പോ ഒരാളെ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. അങ്ങോട്ട് ഒരു കൈ പിടിച്ചിട്ടൊരാള്. ഇല്ല എന്റെ കൂടെ വന്ന് വേറെ ആരും വേറെ നിങ്ങളപ്പോ ആരും വന്നില്ല? എന്നൊരു ചങ്ങായി ഇപ്പൊ ആണ് പോണ്ട്. കുട്ടിയുടെ മിഠായി. ലാല വാടാ വാടാ ഓട് ഓട് വാ വാ റസാക്കാവനെ. അതെ, ഒരു കുട്ടീനായിട്ട് ഒരു ചങ്ങായി ഇപ്പൊ അങ്ങോട്ട് വന്നിരുന്നത്. എങ്ങോട്ടാ പോയി? ആ റോസ് ഇതിന് മോളിൽ കയറ്. കയറ് കയറ്. അവിടെ അവിടെ ഉണ്ടാ അവിടെ ഉണ്ടോ? അതായിരിക്കണം. പിടിക്കണോനെ. അത് ശരി. ഇതെന്താ ഇവിടെ? എന്ത് മിഠായി കൊടുക്കണ്? ഈ കുട്ടീനെ അറിയോ? ചോദിച്ചാൽ മറുപടി പറഞ്ഞടാ. മിഠായി അന്റെ മിഠായി കൊടുക്കാണ്ട് അമ്മയുടെ പറഞ്ഞടാ. അത് അടിച്ചിട്ടുണ്ടല്ലോ. അനക്ക് പരിചയമില്ലാത്ത കുട്ടീനെ അതിന്റെ അമ്മയാണിത്. മിഠായി ഒക്കെ എല്ലാവർക്കും വാങ്ങി കൊടുക്കണ അടിച്ചിട്ടുണ്ടല്ലോ. ഷായിക്ക പോലീസിനെ വിളിക്കും. ഇവനെ വിടാൻ പാടില്ല. നമ്മളടിച്ചിട്ട് കാര്യമില്ല. എന്താ കാട്ടി? മിഠായി തന്നാ ശരി. ഈ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ നാട്ടിലെ കുട്ടികളെ തന്നെ തട്ടിക്കൊണ്ടുപോകും. ശരി, വിളിക്കും പോലീസിനെ വിളിക്കും. ശരി, ഇജ്ജ് കഞ്ചാവ് വലിച്ചോണ്ടാ? വീടോടെ? ആ മിഠായി പോലീസിനെ ഏൽപ്പിക്കണം. മിഠായി എടുക്കാം. ലാലാ മിഠായി മോനെ ആരെങ്കിലും മിഠായി നോക്കിയില്ലാന്നുള്ളതല്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആരെങ്കിലും മിഠായി തന്നാല എന്തെങ്കിലും സംഭവം തന്നാൽ അവരെ കൂടെ പോവരുത്. ചെറിയ കുട്ടികളാണ്, അവർക്കത് അറിയില്ല. എങ്ങനെ മോനെ, ഇനി ആരും മിഠായി തന്ന അവരെ കൂടെ ഒന്നും പോരുത് കേട്ടാ. ഇതൊക്കെ കുട്ടികൾക്ക് നിങ്ങൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടാവും. അത് പോലീസിന് കൊടുക്കാം. അല്ലല്ല, അത് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് കുട്ടിക്ക് മിഠായി കൊടുക്കില്ല. വേണ്ട, തലണ്ട. നമ്മള് തല്ലിയിട്ട് പ്രശ്നമുണ്ട. നമുക്ക് പോലീസിനെ ഏൽപ്പിക്കാം. ചേച്ചി അതിന് കുഴപ്പമില്ലല്ലോ. ഞങ്ങള് പോലീസിനെ ഏൽപ്പിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഒരുപാട് ആൾക്കാരോട് നടക്കണം. മതി. താഴത്തിറക്ക. എങ്ങോട്ട് ഓടുന്നു? ഓടാൻ പറ്റില്ല. ഓടണ്ട. കടിക്കൂട്ടോ. ഓടല്ലേ? ഓടണ്ട. അങ്ങോട്ടേക്ക് ഓടണ്. ഓട്. അത് ശരി. താഴത്തിറങ്ങ്. മതി. നിങ്ങളുടെ ഇറങ്ങിക്കോളെ. നിങ്ങൾ രണ്ടാളുടെ ഇറങ്ങി. ഒന്ന് ഓടണ. ഞങ്ങളൊന്ന് കാണട്ടെ. ഈ നോട് ഓടായി. ശരി, അവിടെ ലോക്ക് ചെയ്താൽ മതി. ഇതാണ് പറയണേ. ലാല ഇത് നോക്കണേ. ലാല ഗ്രില്ലടക്കി. അത് ശരി. മിഠായി. ഇജ്ജ് എവിടെ പോണം? അവിടുന്ന് ഈ ചാടേണ്ടി വരും. ഇത് 7 നില ഉണ്ട്. ഇവിടുന്ന് ചാടുന്നു. ശരി.
പോലീസ് വരട്ടെ. കുട്ടികളെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇപ്പൊ ഇത് അറിയില്ലല്ലോ. അങ്ങനെയല്ലാന്നേ, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് കണ്ടൊരു മിഠായി ഒന്ന് അടിച്ചിട്ട് എന്റെ ചെപ്പ കലക്കും. മാറിന്നോജി ലാല ഗ്രില്ലടക്കി. ശരി, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഒന്നുകിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലാച്ചെങ്കിൽ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? ശരി, ഇതിപ്പോ കണ്ടില്ല. ഇപ്പൊ 5 മിനിറ്റും കൂടി വൈകിണ്ടെങ്കിൽ കുട്ടി അതിന്റെ വഴിക്ക് വഴി ഉണ്ടാവില്ലേ? എവിടെ എത്തിച്ചിട്ടുണ്ടാവും? ഈ നാട്ടിലുള്ള കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കല എന്റെ പണി. ചെറിയ കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കും. എല്ലാരും അങ്ങനെയല്ല, അത്ര വലിയ ന്യായം വെക്കല്ലേ. അത് ശരി. അല്ല, കിഡ്നി എടുക്കുക, എല്ലാവരും കിഡ്നി എടുക്കും. തെറ്റാണ്. ആൾക്കറിയാത്ത ഒരു കുട്ടിക്ക് ഈ മിഠായി കൊടുത്തത് തെറ്റ് തന്നെയാണ്. എങ്ങനെയാ എന്താ തെറ്റാവാതിരിക്കാൻ? എന്റെ കുട്ടിക്ക് മിഠായി വാങ്ങാനല്ലേ ഞാൻ അവനെ കൊണ്ടുവന്നേ, പിന്നെ നീ എന്തിനാ വാങ്ങി കൊടുക്കണേ? അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ മിഠായി കാണിച്ചു വരുത്തല പണി. അതെ, ഇനി മിഠായി കൊടുത്താൽ തന്നെ അത് അവിടെ നിന്ന് കൊടുക്കുക, അവിടെ നിന്ന് തിന്നണം. അല്ലാതെ ഈ കുട്ടീനെ അതിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇത്രയും കലക്കി വിളിച്ചോണ്ടില്ല. വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ചേട്ടാ. വിളിക്ക് പോലീസിനെ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് പറയാനുള്ള വെച്ചാൽ, നമ്മളിത് ചെറിയ പിള്ളേർക്ക് അതേപോലെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ പുറത്ത് വിടുമ്പം, അതായത് ഇപ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അവരറിയാണ്ട് എളുപ്പം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിക്കും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളോട് പറയണം. അറിയാത്തവരാരെയും കൈ കാണിച്ചാലോ അല്ലെങ്കിൽ ഓട്ടോ കൊണ്ടുവന്നാലോ ഏത് വാഹനം കൊണ്ടുവന്നാലും നമ്മൾ കയറരുത്. അതുപോലെ അവരെന്തെങ്കിലും സ്വീറ്റ്സോ അങ്ങനെ മിഠായിയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ തന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് നമ്മളവരിങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കും. അന്നേരം നമ്മൾ പറയാം, ഒന്നും ചെയ്യരുത്. നമ്മളെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്, നമ്മൾ അറിയുന്ന ആൾക്കാർ ആരാണോ അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെങ്കിൽ അത് മാത്രം ചെയ്യാന്നുള്ളത് കുട്ടികൾക്ക് ടീച്ചേഴ്സ് ആയാലും അതുപോലെ വീട്ടിലെ പാരൻസ് ആയാലും അല്ലെങ്കിൽ അറിയാവുന്ന നമ്മുടെ റിലേറ്റീവ്സ് ആയാലും മാക്സിമം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യണം, നമ്മളെ എന്താ പറയുക, മറ്റുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടും. അത് ചില സമയത്ത് ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഇപ്പോൾ അവർ കടയിൽ പോവുകയാണെങ്കിലും അവരുടെ കയ്യിൽ ഫോണായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ ഓൺലൈനിൽ കണ്ടിട്ടൊക്കെ ആയിരിക്കും അവർ ഈ സാധനം മേടിക്കുന്നത്. അപ്പോൾ അന്നേരം ശ്രദ്ധ മാറുമ്പോൾ നമ്മളെ പിള്ളേർ കൂടുതലുള്ളത് അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം, മാക്സിമം ആൾക്കാരും ശ്രദ്ധിക്കുക. നമ്മളെ പേരൻസ് തന്നെയാണ് കുട്ടികളെ നോക്കേണ്ടത്, അല്ലാതെ വേറെ പുറത്തുനിന്ന് ആരും വന്ന് നമ്മളെ ചെയ്യും. അതെ നാട്ടിലിപ്പോൾ ഒരുപാട് ഇപ്പോൾ നടക്കുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, മക്കളെ സ്വന്തം സുരക്ഷിതത്തിൽ സ്വന്തം വലയത്തിലാക്കി സംരക്ഷിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ശ്രദ്ധിച്ച്. അതെ, താങ്ക് യു.